ഇന്ന് വിഷു സദ്യ സീരീസിലെ റെസിപ്പി നമ്പർ 7 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാബേജ് തോരൻ, സദ്യകളിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോഗ്രാം കാബേജ് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകിയതിന് ശേഷം അതിൽ മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കും. ഒരു 10 മിനിറ്റോളം ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ക്യാബേജിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണാം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം നമുക്ക് ആവശ്യമില്ല, പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാബേജ് തോരൻ വയ്ക്കുമ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാണ്ട് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിത് മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് തോരൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ വെള്ളം നമുക്ക് വേണ്ട, നമുക്ക് കളയാം. കണ്ടില്ലേ, പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു എന്താ പറയുക, ഒരു 1/2 കപ്പ് നാളികേരമൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം കേട്ടോ. അതെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ചതച്ചെടുത്താൽ മതി. ഇനി ചതച്ചെടുത്ത ഐറ്റംസ് ഞാൻ നമ്മുടെ ക്യാബേജിലോട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ക്യാബേജിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കരിവേപ്പിലയും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ചിരകിയെടുത്ത നാളികേരം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ നാളികേരത്തിൽ നിന്നുള്ള ഒരു തേങ്ങാപ്പാലൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് വരിക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും മുളകും ഇട്ട് പൊട്ടിക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടതിന് ശേഷം നമ്മളിതാ തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കാബേജിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നില്ല. ഇതുപോലെ എന്താ പറയുക, ഇളക്കി കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ കാബേജ് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞളും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ് ഇനി ചേർക്കുന്ന സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇതാ ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. അങ്ങനെ തീ കൂട്ടിയും കുറച്ചും ഇട്ടിട്ട് നന്നായി തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോവില്ല. പിന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇതുപോലെ തിരുമ്മി വെക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നാളെ വീണ്ടും വിഷു സദ്യ സീരീസിലെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.